പാറു 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 എന്ത് പറ്റി? എന്ത് പറ്റി? നീ കുറച്ച് വെള്ളം കിട്ടാ. കുടിക്കേ. എന്താ പറ്റിയത്? തല നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. കാലും നില തുറക്കുന്നില്ല. നീ പേടിക്കണ്ട, ഞങ്ങൾ നിന്റെ കൂടെ തന്നെ ഉണ്ട്. ദേ മീര, നീ ഇവിടെ നോക്ക്. ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങിച്ചിട്ട് വരാം. നിക്ക്. അങ്ങനെ ഏതെങ്കിലും മരുന്ന് വാങ്ങി കൊടുത്താ പോരാ. ഇവളിപ്പോ പ്രഗ്നന്റാ. നമുക്ക് അവളുടെ ഡോക്ടറിനെ വിളിച്ച് ഏത് മരുന്ന് വേണമെന്ന് ചോദിക്കാം. ശരിയാ. ഹലോ ഹലോ ഡോക്ടർ, ഞാൻ പാറുവിന്റെ കൂട്ടുകാരിയാ, ഐഷ. ആ മനസ്സിലായി. പറയൂ, പാർവതിക്ക് ഇപ്പൊ എങ്ങനുണ്ട്? പാറുവിന് വല്ലാത്ത തലവേദന, നടക്കാൻ പോലും പറ്റുന്നില്ല. തലയിറങ്ങി വീഴുകയും ചെയ്തു. പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ഇതൊക്കെ സാധാരണയാണ്. ഞാനൊരു മെഡിസിൻ പറഞ്ഞുതരാം, അത് കൊടുത്താ മതി. ആ ശരി ഡോക്ടർ. ഒരു മിനിറ്റേ. പറഞ്ഞോളൂ ഡോക്ടർ. ഈ മരുന്ന് കഴിച്ചിട്ടും അസുഖത്തിന് കുറവില്ലെങ്കിൽ എന്നെ വന്ന് കണ്ടാ മതി. താങ്ക് യു ഡോക്ടർ. ശരി. ഞാൻ പോയിട്ടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഈ മരുന്ന് വാങ്ങിച്ചോണ്ട് വരാം. ആഹാ, പാറുവിന് മരുന്ന് വാങ്ങാൻ പോവാണോ? എനിക്ക് എന്തായാലും ബ്രഷും സോപ്പും പേസ്റ്റും ഒക്കെ വാങ്ങണം. ഞാൻ വാങ്ങിട്ടെന്നോളാം. നീ എന്തിനാ ആ പേപ്പർ അവൾക്ക് കൊടുത്തത്? ഞാൻ കൊടുത്തേണോ? അവൾ തട്ടിപ്പറിച്ചതല്ലേ. വെറുതെ തർക്കിച്ച് സമയം കളയാതെ അവളുടെ പുറകെ ചെല്ല്. അവൾ ഈ മരുന്ന് പ്രഗ്നന്റ് ആയവർക്ക് വേണ്ടിയാണെന്ന് അറിഞ്ഞാ ആകെ പ്രശ്നമാവും. വേഗം ചെല്ല്. ഇതുകൊണ്ടാ ഞാൻ അവളെ റൂമിൽ കയറ്റണ്ടെന്ന് പറഞ്ഞത്. ഇപ്പൊ നിനക്ക് സമാധാനമായോ? ഇവിടുന്ന് എനിക്ക് വേണ്ടതും പാറുവിന്റെ മരുന്നും വാങ്ങാം. ചേട്ടാ, ഒരു ബ്രഷും പേസ്റ്റും സോപ്പും വേണം. ഏത് കമ്പനിയുടെ മോളെ? വില കുറവുള്ള ഏതെങ്കിലും മതി ചേട്ടാ. ഒരു മിനിറ്റ്. ഇത് മതി ചേട്ടാ. ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കാതെ ആ ടാബ്ലറ്റ് കടക്കാരൻ കൊടുത്താൽ മതിയായിരുന്നു. ഇത് മാത്രം മതിയോ? വേറെ എന്തെങ്കിലും വേണോ? ഈ മരുന്നും കൂടെ വേണം ചേട്ടാ. ചേട്ടൻ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഈ മരുന്ന് ആർക്ക് വേണ്ടിയാ മോളെ?